കടലിന്റെ നടുവിൽ ആരും കാലുകുത്താൻ പോലും ഭയക്കുന്ന ഒരു വിജനമായ ദ്വീപ്. അവിടെ ആകാശത്തോളം ഉയരത്തിൽ നിൽക്കുന്ന ഒരു ലൈറ്റ് ഹൗസ്. കപ്പലുകൾക്ക് വഴികാട്ടാൻ അവിടെ എപ്പോഴും വെളിച്ചം തെളിയണം. പക്ഷേ 1900-ലെ ആ ഡിസംബർ രാത്രിയിൽ ആ വെളിച്ചം എന്നേക്കുമായി അണഞ്ഞുപോയി. വെളിച്ചം മാത്രമല്ല, അവിടെ ജോലി ചെയ്തിരുന്ന 3 മനുഷ്യരും പാടെ അപ്രത്യക്ഷരായി. ആ ദ്വീപിൽ അന്ന് രാത്രി യഥാർത്ഥത്തിൽ എന്താണ് നടന്നത്? അവർ എങ്ങോട്ടാണ് പോയത്? ഇന്ന് മിസ്റ്ററി ഫയൽസിലൂടെ നമ്മൾ അന്വേഷിക്കുന്നത് ലോകത്തെ ഞെട്ടിച്ച ഫ്ലാനൻ ഐൽസ് മിസ്റ്ററിയെ കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു മിസ്റ്ററി ഫയൽസ്. സ്കോട്ട്ലാൻഡിന്റെ പടിഞ്ഞാറൻ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് നടുവിലായി ഒറ്റപ്പെട്ട് കിടക്കുന്ന 7 ചെറിയ ദ്വീപുകളുണ്ട്. അതിലെ ഏറ്റവും വലുതാണ് ഐലൻഡ് മോർ. ഏതാണ്ട് 38 ഏക്കറോളം വരുന്ന ഈ ദ്വീപ് കാണാൻ അതിമനോഹരമാണെങ്കിലും അതിന്റെ ഭൂപ്രകൃതി വല്ലാത്തൊരു ഭയം ജനിപ്പിക്കുന്നതാണ്. ഈ ദ്വീപിന് ചുറ്റുമുള്ള കടൽ വളരെ അപകടം പിടിച്ചതാണ്. കപ്പലുകൾ പാറകളിൽ തട്ടി തകരാതിരിക്കാൻ 1899 പ്രശസ്ത എഞ്ചിനീയറായ ഡേവിഡ് അലൻ സ്റ്റീവൻസൺ അവിടെ വലിയൊരു കൂറ്റൻ ലൈറ്റ് ഹൗസ് പണിതത്. വെറുമൊരു ലൈറ്റ് ഹൗസ് മാത്രമല്ല, ദ്വീപിലേക്ക് ഇറങ്ങാനുള്ള വഴികളും പടിക്കെട്ടുകളും കടൽ തീരത്ത് അവരുടെ കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള വീടുകളും ഉൾപ്പെടെയായിരുന്നു നിർമ്മിച്ചിരുന്നത്. 200 അടി ഉയരമുള്ള ഒരു വലിയ പാറക്കെട്ടിന് മുകളിലായാണ് ആ ലൈറ്റ് ഹൗസ്. ഏതാണ്ട് 75 അടി ഉയരമുള്ള ഈ വെള്ള ഗോപുരം കടലിലെ കപ്പലുകൾക്ക് ഒരു വലിയ ആശ്വാസമായിരുന്നു. ഓരോ 30 സെക്കൻഡിലും 2 തവണ മിന്നിമറിയുന്ന ആ വെള്ള വെളിച്ചം 20 മൈൽ ദൂരെ വരെ എത്തുമായിരുന്നു. 1899 പണി പൂർത്തിയായ ഈ ലൈറ്റ് ഹൗസ് വെറും 1 വർഷം മാത്രം പ്രവർത്തിച്ചപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറുന്നത്. 1900 ഡിസംബർ 15. അന്ന് രാത്രി ആ വഴി വന്ന ആർച്ചർ എന്ന കപ്പലിലെ ജീവനക്കാരാണ് ആ ഞെട്ടിക്കുന്ന കാര്യം ശ്രദ്ധിച്ചത്. ലൈറ്റ് ഹൗസിൽ നിന്ന് വരേണ്ട വെളിച്ചം അവിടെ കാണാനില്ല. കിലോമീറ്ററുകളോളം ദൂരേക്ക് വെളിച്ചം നൽകേണ്ട ആ വലിയ വിളക്ക് അന്ന് രാത്രി അണഞ്ഞുകിടക്കുകയായിരുന്നു. പ്രിൻസിപ്പൽ ലൈറ്റ് കീപ്പർ ജെയിംസ് ഡ്യൂക്കാൻ, അസിസ്റ്റന്റ് കീപ്പർ തോമസ് മാർഷൽ, പിന്നെ വില്യം റോസ് എന്ന ഉദ്യോഗസ്ഥൻ അവധിയിലായതുകൊണ്ട് പകരം വന്ന ഡൊണാൾഡ് മക്കാർത്തർ, ഇവരായിരുന്നു അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. ഇവർ മൂവരും കടലിനെ നന്നായി അറിയാവുന്ന വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗസ്ഥരായിരുന്നു. ലൈറ്റ് ഹൗസിലെ വിളക്ക് കൃത്യസമയത്ത് തെളിയിക്കുക, യന്ത്രങ്ങൾ വൃത്തിയായി വെക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ജോലി. എന്നാൽ അന്ന് ആ രാത്രി തങ്ങളുടെ ജോലി ചെയ്യാൻ അവരവിടെ ഉണ്ടായിരുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. ദ്വീപിൽ നിന്ന് യാതൊരു വിവരവും ലഭിച്ചില്ല. 10 ദിവസത്തോളം അവിടെ വെളിച്ചം കണ്ടിരുന്നില്ല. എന്നിട്ടും ആ വിവരം ആരും ഗൗരവമായി എടുത്തില്ല എന്നതായിരുന്നു ഏറ്റവും വലിയ അത്ഭുതം. ദ്വീപിൽ നിന്ന് യാതൊരു വിവരവും ലഭിച്ചില്ല. 10 ദിവസത്തോളം ആ ലൈറ്റ് ഹൗസിനുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്ന് പോലും പുറലോകം അറിഞ്ഞതേയില്ല. ഒടുവിൽ ഡിസംബർ 26 പതിവ് പരിശോധനകൾക്കായി ഹെസ്പെറസ് എന്ന കപ്പൽ ക്യാപ്റ്റൻ ഹാർവിയുടെ നേതൃത്വത്തിൽ ദ്വീപിന് സമീപമെത്തി. കപ്പൽ ദ്വീപിനോടടുത്തു. ഹെസ്പെറസ് എന്ന കപ്പൽ ആ ദ്വീപിനോട് അടുക്കുമ്പോൾ ക്യാപ്റ്റൻ ഹാർവി ഒരു കാര്യം ശ്രദ്ധിച്ചു. ആ വിജനമായ ദ്വീപിൽ ജീവന്റെ യാതൊരു ലക്ഷണവുമില്ല. പക്ഷേ അവിടെ അവരെ വരവേറ്റത് ശ്മശാനത്തിലേതുപോലുള്ള ഒരുതരം നിശബ്ദതയായിരുന്നു. കപ്പലിൽ നിന്നും ഹോൺ മുടക്കി. പക്ഷേ ദ്വീപിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ലൈറ്റ് ഹൗസ് പൂർണ്ണമായും നിശബ്ദമായിരുന്നു. ലൈറ്റ് ഹൗസിന്റെ വാതിൽ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. മറ്റ് ജനാലകളും വാതിലുകളും എല്ലാം പൂട്ടിയ നിലയിലായിരുന്നു. പക്ഷേ ആ 3 പേരും അവിടെ ഉണ്ടായിരുന്നില്ല. ഭയത്തോടെയാണെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കാൻ ജോസഫ് മൂർ എന്ന ഉദ്യോഗസ്ഥൻ ദ്വീപിലേക്ക് ഇറങ്ങി. ലൈറ്റ് ഹൗസിനുള്ളിലേക്ക് കയറിയ അദ്ദേഹം കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. ലൈറ്റ് ഹൗസിലെ വിളക്കുകളെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. യന്ത്ര സാമഗ്രികളെല്ലാം തന്നെ വൃത്തിയോടെ തിളങ്ങുന്നുണ്ടായിരുന്നു. അടുക്കള വൃത്തിയായി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടുത്തെ 2 സെറ്റ് റെയിൻകോട്ടുകൾ കാണാനില്ലായിരുന്നു. ആ മനുഷ്യർ എങ്ങോട്ട് പോയി എന്നതിന് ഒരു തെളിവ് പോലും അവിടെ അവശേഷിച്ചിരുന്നില്ല.
പിന്നീട് നടന്ന അന്വേഷണത്തിൽ നാഷണൽ റെക്കോർഡ്സ് ഓഫ് സ്കോട്ട്ലാൻഡിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ആ നിഗൂഢതയുടെ ആഴം കൂട്ടി. അവിടെ ഉണ്ടായിരുന്ന ഡയറിയിൽ അവസാനമായി ഒരു കുറിപ്പ് എഴുതിയിരുന്നത് ഡിസംബർ 13-നായിരുന്നു. എന്നാൽ അവിടുത്തെ ഒരു ബോർഡിൽ ഡിസംബർ 15 രാവിലെ വരെ അവർ ചെയ്ത ജോലികളുടെ ലിസ്റ്റ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിളക്ക് തുടച്ചു മിനുക്കിയിരുന്നു, ഇന്ധനം നിറച്ചിരുന്നു, ജനലിലെ കർട്ടനുകൾ പോലും കൃത്യമായി വലിച്ചിട്ടിരുന്നു. അതിനർത്ഥം ഡിസംബർ 15 ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ആ 3 പേരും അവിടെ നിന്ന് അപ്രത്യക്ഷരായത്. ആ നിമിഷം അവർക്ക് എന്ത് സംഭവിച്ചു? കടൽ അവരെ വിഴുങ്ങിയതാണോ, അതോ ആ ദ്വീപിന്റെ രഹസ്യങ്ങളിൽ അവർ മറഞ്ഞുപോയതോ? ആ ദ്വീപിൽ പ്രകൃതി താണ്ഡവമാടിയതിന്റെ ചില ഭീകരമായ അടയാളങ്ങൾ അവശേഷിച്ചിരുന്നു. സൂപ്രണ്ട് റോബർട്ട് ന്യൂഹെഡിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു: ദ്വീപിന്റെ പടിഞ്ഞാറ് വശത്തെ കോൺക്രീറ്റ് പടികളിലേക്കുള്ള ഇരുമ്പ് കൈവരികളെല്ലാം ആകെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്നു. ഏതാണ്ട് 1 ടണ്ണിലധികം ഭാരമുള്ള ഒരു കൂറ്റൻ പാറക്കല്ല് അതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകി മാറി താഴത്തെ കോൺക്രീറ്റ് പാതയിൽ വന്ന് വീണിരിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 110 അടി ഉയരത്തിലുള്ള ആ പാതയിൽ കെട്ടിയിരുന്ന ലൈഫ് ബോയ് പോലും കാണാനില്ല. അതിനർത്ഥം ആ ഉയരത്തിൽ പോലും കടൽ അത്രമേൽ ഭീകരമായി ആഞ്ഞടിച്ചിരുന്നു എന്നാണ്. ആ ഭീകരമായ കാലാവസ്ഥയിൽ എന്തോ ആവശ്യത്തിനായവർ പുറത്തിറങ്ങിയതാകാമെന്നാണ് നിഗമനം. ജോസഫ് മൂറിന്റെ നിഗമനം അനുസരിച്ച് കാണാതായ ഡൂക്കാറ്റും മാർഷലും കടലിൽ ഇറങ്ങുമ്പോൾ ധരിക്കുന്ന വാട്ടർ പ്രൂഫ് വസ്ത്രങ്ങളും ബൂട്ടുകളും ധരിച്ചിരുന്നു. ലൈറ്റ് ഹൗസിന് പുറത്തുള്ള ഉപകരണങ്ങൾ സുരക്ഷിതമാക്കാനോ അല്ലെങ്കിൽ കടൽ വരുത്തിയ നാശനഷ്ടങ്ങൾ പരിശോധിക്കാനോ വേണ്ടി അവർ പുറത്തിറങ്ങിയതാകാം. എന്നാൽ ആ നിമിഷം വന്നൊരു ഭീമൻ തിരമാല 110 അടി ഉയരത്തിലുള്ള ആ പടികളിൽ നിന്ന് അവരെ എന്നേക്കുമായി കടലിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചുകൊണ്ടു പോയിരിക്കാം. പക്ഷെ അപ്പോഴും ആ ചോദ്യം അവശേഷിക്കുന്നു. അവിടെ 3 പേരുണ്ടായിരുന്നല്ലോ. മൂന്നാമനായ ഡൊണാൾഡ് മക്കാർത്തർ എവിടെ പോയി? അയാൾ എന്തിനാണ് തന്റെ കോട്ട് പോലും എടുക്കാതെ ആ മഴയത്തേക്ക് ഓടിയിറങ്ങിയത്? വർഷങ്ങൾക്കിപ്പുറം സ്കോട്ട്ലാൻഡിലെ നാഷണൽ റെക്കോർഡ്സ് പരിശോധിച്ചപ്പോൾ ആ മിസ്റ്ററിക്ക് പിന്നിലെ മറ്റൊരു വേദനപ്പെടുത്തുന്ന സത്യം കൂടി പുറത്തു വന്നു. ലൈറ്റ് ഹൗസ് കീപ്പർമാരുടെ ഔദ്യോഗിക രജിസ്റ്ററിൽ ജെയിംസ് ഡുക്കാറ്റിന്റെയും തോമസ് മാർഷലിന്റെയും പേരുകൾക്ക് നേരെ ചുവന്ന മഷിയിൽ ഒരു വരി എഴുതി ചേർത്തിട്ടുണ്ട്. 1900 ഡിസംബർ 15 അതിനടുത്തോ അപ്രത്യക്ഷമായി. അവരുടെ മരണ സർട്ടിഫിക്കറ്റുകളിൽ മരണകാരണമായി എഴുതിയിരിക്കുന്നത് മുങ്ങി മരിക്കാനാണ് സാധ്യത എന്നാണ്. അതായത് കടലിൽ വീണു മരിച്ചതാകാം. ജെയിംസ് ഡുക്കാറ്റ് തന്റെ ഭാര്യയെയും 4 കുഞ്ഞുങ്ങളെയും തനിച്ചാക്കിയാണ് ആ കടലിൽ മറഞ്ഞത്. തോമസ് മാർഷലിന് തന്റെ അച്ഛനെയും സഹോദരങ്ങളെയും എന്നേക്കുമായി നഷ്ടപ്പെട്ടു. ഡൊണാൾഡ് മക്കാർത്തർ ആകട്ടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയും 2 മക്കളെയും വിട്ട് എങ്ങോ പോയി പറഞ്ഞു. ഫ്ലാനൻ ഐലൻഡ്സിലെ ഈ കാണാതാകലിനെ ആസ്പദമാക്കി ദ വാനിഷിംഗ് പോലുള്ള സിനിമകളും ഒട്ടനവധി പുസ്തകങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. ഈ നിഗൂഢത ഇന്നും ലോകത്തെ വിസ്മയിപ്പിക്കുന്നുണ്ടാകാം. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ തങ്ങളുടെ ജോലി ചെയ്യുന്നതിനിടയിൽ ആ കടലിന്റെ ആഴങ്ങളിൽ ജീവൻ വെടിഞ്ഞ ആ 3 മനുഷ്യരുടെ കുടുംബങ്ങൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ഇന്നും അറിയില്ല. ആ സത്യം ഇപ്പോഴും ആ ദ്വീപിന്റെ ഏതോ കോണിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. മിസ്റ്ററി ഫയൽസിന്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നിഗൂഢതയുമായി നമുക്ക് വീണ്ടും കാണാം.